നിങ്ങൾക്ക് ആമയും ആനയും കുഴിയാനയും ഒക്കെ ആണല്ലോ ചിന്ത. കാരണം അതേ ഉള്ളൂ കേരളത്തിൽ വേറെ ഒന്നുമില്ല. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, സാധാരണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ആനമുട്ട എന്നായിരുന്നു പറയാറ്. ഇത്തവണ അത് കേരളത്തിന് ആമമുട്ട എന്ന് പറയാനുള്ള സാഹചര്യം അല്ലാതെ മറ്റെന്തുണ്ട്? ആനയെക്കുറിച്ചും ആമയെക്കുറിച്ചും ഒക്കെ മാത്രം ചിന്തിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാതെ നടക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നാം. പക്ഷേ ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തിക വിദഗ്ധരും എക്കണോമിസ്റ്റുകളും അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സുകളും വ്യാപാരികളും അങ്ങനെ വേണ്ട സർവ്വമേഖലയിൽ താങ്കളെപ്പോലെ അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം ഉൾക്കൊള്ളുന്നവരെ എതിർക്കുന്നുണ്ട്. കേരളത്തിന് എന്ത് കിട്ടി സാർ? കേരളത്തിന് എന്ത് തന്നു? ചേംബർ ഓഫ് കൊമേഴ്സും ഫിക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിന് എന്ത് തന്നു? ശരി ആയിക്കോട്ടെ. അല്ല, ഈ ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ, കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ, വ്യാപാരികൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഈ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള നിങ്ങളുടെ ചർച്ചയിലടക്കം ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയമില്ലാത്ത സത്യസന്ധമായി ഈ വിഷയത്തെ കാണുന്ന ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ഈ ബജറ്റിനെ എതിർത്തിട്ടുണ്ടോ? താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? BJP അല്ലാത്ത എത്രയോ ആളുകൾ, ഞാൻ എത്രയോ ആളുകളുടെ പേര് പറയണം. ഏറ്റവും കൂടുതൽ BJP എതിർക്കുന്ന എക്കണോമിസ്റ്റാണ് മേരി വർഗീസ്. അവരോട് ചോദിച്ചു നോക്ക്, എത്ര ആളുകൾ. അപ്പോൾ ഇനി എന്ത് കിട്ടിയെന്ന് എൻ്റെ മിസ്റ്റർ ബിട്ടാസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറയാൻ. എന്നാലും ഞാൻ പറയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ പഠനത്തിൽ കേരളത്തിന് ഇത്ര അധികം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള, പദ്ധതികൾ പ്രയോജനം കിട്ടിയിട്ടുള്ള മറ്റൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല സമീപകാലത്ത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ ശരിയാണ്. കഴിഞ്ഞ എത്രയോ കൊല്ലമായി, 2014 മുതൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്. എന്താണ് ഈ ആമ പരിപാലന കേന്ദ്രമാണോ മുഖ്യ ആകർഷണം? എന്താ പറയട്ടെ, നിങ്ങളെ അതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആമയും ആനയും കുഴിയാനയും ഒക്കെ ആണല്ലോ ചിന്ത. കാരണം അതേ ഉള്ളൂ കേരളത്തിൽ വേറെ ഒന്നുമില്ല. കേരളത്തിലെ മറ്റേ വ്യാവസായിക മന്ത്രി അതേന്ന് ആമയും കുഴിയാമയും ഒക്കെ തപ്പി നടക്കല്ലേ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ. എവിടെയുണ്ട് ആമ, എവിടെയുണ്ട് ആന, എവിടെയുണ്ട് കുഴിയാന? നിങ്ങൾ കേരളത്തിലെ യുവാക്കളെ കാണുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, രാജീവ് എന്ന് പറയുന്ന മന്ത്രി, ഞാനൊരു 2-3 കാര്യം പറയുന്നത് വരെ താങ്കൾ ഇടയിൽ കയറി ചോദിക്കരുത്. ഇവിടെ രാജീവ് എന്ന് പറയുന്ന കേരളത്തിലെ ഇൻഡസ്ട്രി മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത്? MSME ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. MSMEയിലൂടെ നമ്മൾ കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. സുഹൃത്തെ, 10,000 കോടി രൂപ 4 പ്രധാനപ്പെട്ട മേഖലയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രൊഫഷണലായിട്ടും ട്രെയിനിങ് ആയിട്ടും അതുമായി വേണ്ടപ്പെട്ട ബാക്കി എല്ലാ സാഹചര്യത്തിനും 10,000 കോടി നീക്കി വച്ചിരിക്കുന്ന MSMEക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ്. നമ്പർ 1. ഇനി നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കേരളത്തെ പറ്റി പറയുമ്പോൾ ഞാനിത് പറയാനുള്ള അവസരമൊക്കെ എനിക്ക് ഉണ്ടാവണേ. ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേരെടുത്തിട്ട് ദാ പിടിച്ചോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഞാൻ പറയാം. ഒരു മനുഷ്യൻ 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ നാളെ ഓഫീസ് തുറക്കാൻ വേണ്ടി പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നുണ്ടല്ലോ. മറ്റേ സിനിമയില് റാഞ്ചി റാവു സ്പീക്കിംഗില് മുകേഷ് എന്റെ അമ്മ ആ കാറിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അറിയിച്ചോ? ഒരു മനുഷ്യൻ നാളെ ഓഫീസ് തുറക്കാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടു. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ആ മനുഷ്യൻ തന്നെയല്ലേ പറഞ്ഞത് ഈ അതിവേഗം ബുള്ളറ്റ് ട്രെയിൻ തമിഴ്നാട് വരെ കർണാടക വരെ ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ അതെങ്ങനെ? കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടോ? കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ? അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മദ്രാസ് പോലെ ബാംഗ്ലൂർ പോലെയാണോ കൊച്ചി? അതെന്ത് മര്യാദകളാണ് നിങ്ങൾ പറയുന്നത്? അല്ല, മര്യാദകേട് ആരാ പറയുന്നത്? കേരളീയർക്ക് വേണമെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയി ബുള്ളറ്റ് ട്രെയിനിൽ കയറിക്കൂടെ എന്നാണ് അശ്വിനി വൈഷ്ണവ് ചോദിക്കുന്നത്. എന്താ ഇതിലേതാ മര്യാദകേട്? ഒരു ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ ബസ് പിടിച്ച് ബാംഗ്ലൂർ പോയിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാണാം. അല്ല, നിങ്ങൾ ഇതുവരെ ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതുവരെ ബുള്ളറ്റ് ട്രെയിനിന് നരേന്ദ്രമോദി എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ.
നിങ്ങൾക്ക് എന്നാ ബുള്ളറ്റ് ട്രെയിൻ വേണ്ടി വന്നത്? രാജ്യത്ത് 7 അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടില്ല? നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം, കർണാടകയിൽ പോകണം എന്നുള്ള കാര്യമാണ് മന്ത്രി തന്നെ പറയുന്നത്. ഞാൻ അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിനെ മുമ്പ് ആരെങ്കിലും എതിർത്തോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേരളം ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഉത്തരം പറയുന്നത്. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. ശരി, കേരളത്തിൽ അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞ് കേരളത്തിന് അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് റെയിലുമായി നടക്കുന്നവരല്ലേ ഇടതുപക്ഷം? ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം റെയിൽവേയിൽ പോയിട്ട് റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്തോണ്ടാണ് വേണ്ട എന്ന് ബ്രിട്ടാസ് വന്നിരിപ്പുണ്ടല്ലോ. അതെങ്ങനെയാ? ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ കേരളത്തിലെ ഇടതുപക്ഷം? ബുള്ളറ്റ് ട്രെയിൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരുപോലെ കാണണ്ടേ? എല്ലാ സംസ്ഥാനങ്ങളെയും ഫെഡറൽ വ്യവസ്ഥയിൽ ഒരുപോലെ കാണണ്ടേ? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു വലിയ സിറ്റിയാണ്. നേരത്തെ അങ്ങ് ചോദിച്ചത് കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടെന്നാണോ? നോക്കൂ, കേരളം തന്നെ ഒരു വലിയ സിറ്റിയായി മാറുന്ന വലിയ ജനസാന്ദ്രതയുള്ള ഈ സംസ്ഥാനത്ത്, അതും പണം കൊടുത്ത് കമ്മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഇത്രയധികം ആളുകളുള്ള സംസ്ഥാനത്ത്, വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗ ട്രെയിൻ എന്ന് പറയുന്നത് അങ്ങ് തീണ്ടാപ്പാട് അകലെ നിർത്തേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന്റെ രാഷ്ട്രീയം ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനാണ് നല്ല മലയാളം നിങ്ങളോട് പറഞ്ഞത്. അതിവേഗ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെയിൽ ട്രെയിൻ ഇവർ പദ്ധതിയുമായി മുന്നോട്ട് വെച്ച് ആ ട്രെയിൻ ഇതുവരെ വേണ്ട, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിൻ മതി എന്നിവർ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട. റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ തടസ്സം നിൽക്കല്ലേ? ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അടൽ ബിഹാരി വാജ്പേയി 2004 ഏതാണ്ട് സുവർണ ചതുഷ്കോൺ പദ്ധതി കൊണ്ടുവന്നു റെയിൽവേയുടെ. അന്ന് കേരളം ഉണ്ടായിരുന്നോ? ഇല്ല. അതിനുശേഷമാണ് നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ. ഈ ബുള്ളറ്റ് ട്രെയിനെ അപമാനിച്ചവരാണ് കേരളത്തിലെ ഭരണാധികാരികൾ. ബുള്ളറ്റ് അടുത്ത റൗണ്ടിൽ ഞാൻ അങ്ങേലേക്ക് ഗോപാലകൃഷ്ണൻ, 2 പ്രമുഖ വ്യക്തികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഈ ശ്രീധരനെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. നോക്കൂ, ഈ ശ്രീധരൻ അദ്ദേഹം ഈ ബജറ്റിന്റെ 2 ആഴ്ച മുമ്പല്ലേ വീണ്ടും റാപ്പിഡ് റെയിൽ കോറിഡോർ എന്ന സങ്കല്പം അത് എത്രമാത്രം ഫീസിബിൾ ആണ്, കേരളത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയത്. അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനല്ലേ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിക്കും, ഇതായിരുന്നു പ്രതീക്ഷ. അവസാനം എന്തായി? നമുക്ക് ആമയുടെ വേഗവും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ഒക്കെ ബുള്ളറ്റിന്റെ വേഗവും. എയിംസ് വരും എന്ന് എത്രയിടത്ത് സുരേഷ് ഗോപി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ടോണും ആ ഭാഷയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആക്ഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എയിംസ് വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാരെ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? നിങ്ങൾ കുറേ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യമാണ്. അതിലൊന്ന്, എയിംസ് വന്നില്ല. സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു. ഗോപാലകൃഷ്ണൻ അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് രണ്ടാണ് അയാൾ പറഞ്ഞിട്ട് പോയത്. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ടേ തോന്നുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ നഡ്ഡാജി അദ്ദേഹം കേരളത്തിൽ വന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു എയിംസ് കേരളത്തിൽ വരും. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാണ് വരിക? അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. എവിടെയാണ് വരിക അതും പറയുന്നില്ല. എയിംസ് വന്നിരിക്കും, ഞങ്ങളുടെ ഈ കാലയളവിൽ എയിംസ് വരും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നാളെ രാജിവെച്ചൊഴിഞ്ഞ് പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ, അവരൊന്നും ഇറങ്ങി വരില്ല. 5 വർഷമുണ്ട് എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങളിതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് എയിംസ് വന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ, ഈ 2 കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. എയിംസിൻ്റെ കാര്യം ഈ ചർച്ചയിൽ, ഈ ബജറ്റിൽ ഒരു സംസ്ഥാനത്തിനും എയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെയും പേരെടുത്ത് ഒരു തരത്തിലുള്ള സാധനത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തോടും സംസ്ഥാനത്തിൻ്റെ പേരിൽ ഇന്നത് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എയിംസുമായി ബന്ധപ്പെട്ടത്.
അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റിൽ പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ കഴിഞ്ഞ ബജറ്റിന് ശേഷം കേരളത്തിൽ എത്ര പുതിയ വന്ദേ ഭാരതും അതുപോലെ ഇപ്പോൾ സാധാരണക്കാരന് വന്ദേ ഭാരതിൽ പണക്കാർ കൂടുതൽ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇതാ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പം വന്ദേ ഭാരത് അതിൻ്റെ ന്യൂ ജനറേഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തില്ലേ? എന്താ ഇതൊക്കെ ബജറ്റ് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ 3 വന്ദേ ഭാരത് വരാൻ പോകുന്നു എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയും ഇടയിൽ പറയില്ല. അമൃത് ഭാരത് വന്നത് വന്ദേ അല്ല ഞാൻ നാച്ചുറലായിട്ടല്ലേ പറയുന്നത്. കഴിഞ്ഞ വന്ദേ ഭാരത് കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ. അത് 2 ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ. ആ 2 ബജറ്റ് ബജറ്റിൽ വന്നിട്ടാ. ഈ മാത്രമല്ല 3 പുതിയ വന്ദേ ഭാരത് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അത് ബജറ്റ് പറഞ്ഞിട്ടാ. 75 വിമാനത്താവളം 150 വിമാനത്താവളം ആക്കിയത് ബജറ്റ് പറഞ്ഞിട്ടാ. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? ബജറ്റ് പറഞ്ഞാൽ മാത്രമേ ഈ കാലയളവിൽ മാറ്റണം. അതായത് ഇന്ന് ഞാൻ പറയാനിരുന്നതാണ്, അദ്ദേഹം പോയതുകൊണ്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബ്രിട്ടാസ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും കേരളത്തിനൊന്നും കൊടുത്തില്ല. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ കയ്യടി മേടിക്കാനുള്ള ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിലെ ബജറ്റിൽ അഭിലാഷ് മോഹനും ഗോപാലകൃഷ്ണനും ഇതേ വിധം ചർച്ച ചെയ്തതാ. ആ ബജറ്റിൽ ഏതെങ്കിലും സോപ്പ് ഉണ്ടായിരുന്നോ? അന്ന് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തപ്പം ഇതേ ബ്രിട്ടാസ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റേ ഈ ബീഹാറിൽ ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കരുത്, കാരണം ഇന്ത്യൻ ബജറ്റാണ്, അതൊരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. എനിക്കത് അയാളോട് ചോദിക്കണമായിരുന്നു. എൻ്റെ മൊബൈലിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു, എനിക്ക് അല്ല ഒരു മിനിറ്റ് ഞാനത് തീർത്തോട്ടെ. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് എനിക്ക് ചിരി വരിക. എൻ്റെ പൊന്നു ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബഡ്ജറ്റാണ്. ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാണ് കിട്ടിയത്. ഇപ്പം ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാണ് തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. അല്ല, ഞാൻ ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ തീർക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. ഞാൻ ഇനി ഒറ്റ വാക്കുകൾ പറഞ്ഞിട്ട് പോവാം. ഒരു മിനിറ്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണത് പോകുന്നത്. MSME 10,000 കോടി അത് കേരളത്തിന് കിട്ടും. ഇനി 12.2 ലക്ഷം കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്ത് കിട്ടി കേരളത്തിന് എന്നാണല്ലോ ബ്രിട്ടാസ് ചോദിച്ചത്. ഈ കേരളത്തിൽ തെക്കും വടക്കും നടക്കുന്ന ഹൈവേ പ്രവർത്തനം, ഈ കോൺഗ്രസ്സുകാരുടെ 4 മന്ത്രിയുണ്ടപ്പോൾ കിട്ടാതിരുന്ന ഹൈവേ അത് ഞങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അത് കേരളത്തിന് 12.2 ലക്ഷം കോടി കിട്ടില്ലേ? ഇനി ഇന്നലെ കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ ഒരു മറുപടി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ എന്താ? കേരളം ഈ അല്ലല്ല ഒരു മിനിറ്റ് നമ്മൾ ചർച്ചക്കല്ലേ ഇരിക്കണം. എല്ലാവരും ചോദിച്ചാൽ മറുപടി പറയേണ്ട ആളല്ലേ ഞാൻ. ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ചോദിച്ചത്? ഈ കേരളത്തിന് കഴിഞ്ഞു കേരളത്തിന് എന്ത് കിട്ടി? ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 1.93 24,500 കോടി, ഇപ്പോൾ 36,355 കോടി. വേണ്ട, കഴിഞ്ഞ ചർച്ചയിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേരളം എന്നൊന്ന് ഇന്ത്യയുടെ മാപ്പിലുണ്ട്. ഞങ്ങൾ തിരിച്ചു പറയുകയാണ്, കേരളം എന്നൊന്ന് ഇന്ത്യയിലെ മാപ്പിൽ ഉണ്ടായതുകൊണ്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ 15-ാം ധനകാര്യ കമ്മീഷനിൽ ശ്രീ ആദികേശവൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട ആദികേശവൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. കഴിഞ്ഞ 15-ാം ധനകാര്യ കമ്മീഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യ ഈ കേരളത്തിലാണ്.
ആ കേരളത്തിനാണ്. പിന്നെ എന്തുകൊണ്ടാ കേരളം ഒന്നും തരുന്നില്ല? ഇതിപ്പോ നമ്മുടെ നെടുമുടി വേണു പറഞ്ഞ മാതിരിയാ, എനിക്കൊന്നും കിട്ടുന്നില്ലേ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. 12,200 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞു 12,200 കോടിയുടെ മറ്റേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഈ കേരളം 2,700 കോടിയുടെ പദ്ധതിയെ നടപ്പാക്കിയുള്ളൂ. ബാക്കി 10,000 കോടി ലാബ്സ് ആക്കി കളഞ്ഞു. ലാബ്സ് ആക്കിയിട്ട് പട്ടികജാതിയുടേത്. ശരി, അതെന്താണെന്ന് നോക്കാം, പരിശോധിക്കാം. നിങ്ങൾ പരിശോധിക്കുക. വന്നിരുന്ന ഗീർവാണം അടിച്ചിട്ട് മറുപടി കേൾക്കാതെ പോകുന്നുണ്ടല്ലോ, അതാണ് മര്യാദയാണ്. ശരി, ഓക്കെ.